ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അല്ലുവിനെയും കൊണ്ട് ഔട്ടിങ്ങിന് പോവാണ് കേട്ടോ. ഔട്ടിങ്ങിന് പോകുന്നതെന്ന് പറഞ്ഞാൽ അല്ലുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്താണ് ഇന്ന് പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡിലും നമ്മൾ പോകുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. ലാസ്റ്റ് വീക്കെൻഡിൽ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ട് നമുക്ക് അല്ലുവിനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അതിൻ്റെ ആൾക്ക് ഭയങ്കര പിണക്കമൊക്കെ ഉണ്ടായിരുന്നു. സോ ഇന്ന് എന്തായാലും ഈ വീക്കെൻഡിൽ അല്ലുവിനെ കൊണ്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളൊന്ന് ഫ്രഷായി ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അല്ലുവിനെയും കൊണ്ട് ഇറങ്ങി. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കിന് ചൂടൊക്കെ ഒന്ന് കുറയും. അപ്പോൾ അതുകൊണ്ട് ആ ടൈം നോക്കി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പുറത്തു നിന്നുള്ള പാർക്കിൻ്റെ വ്യൂ ആണ് ഇത്. നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പാർക്കിൻ്റെ അകത്തോട്ട് പോവാണ്. വലിയ പാർക്കാണ്, ഹവലിയിൽ തന്നെ ഏറ്റവും വലിയ പാർക്കാണ് കുട്ടികൾക്ക് വരാനായിട്ട്. ഇത് പാർക്കിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോൾ എൻട്രൻസിൽ നമ്മൾ പോവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. സമയം പോകുന്നത് അറിയത്തേയില്ല. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിനകത്ത്. ഒരുപാട് റൈഡ്സും പുറത്തും അകത്തുമായിട്ട് ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ റൈഡും അതിൻ്റെ ഏജ് ലിമിറ്റ് അനുസരിച്ചാണ് കേട്ടോ. ഏജ്, കുട്ടികളുടെ ഹൈറ്റ് അതെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് പുറത്ത് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നോക്കിയിട്ട് അവർക്ക് പുറത്തുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ വലിയ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അല്ലൂന് അത് കളിക്കാനുള്ളൊരു ഏജ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഒന്ന് ചുറ്റി നടന്നല്ലോ എന്ന് ജസ്റ്റ് കാണിച്ചിട്ട്, ഭയങ്കര കളർഫുള്ളാണല്ലോ, അതുകൊണ്ട് കാണാൻ തന്നെ ഒരു രസമാണ്. നമുക്കൊരു ഇഷ്ടം തോന്നും കളിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ എല്ലാം കണ്ടിട്ട് നമ്മൾ അകത്തോട്ട് പോകാറാണ് പതിവ്. ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നമ്മൾ ടൈം കളയത്തില്ല. കാരണം ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തതേ ഇല്ല. അല്ലു ആണെങ്കിൽ തിരിച്ച് ഇറങ്ങി വരാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് അകത്തോട്ട് പോകും. അകത്തോട്ട് പോയിട്ട് അല്ലുവിന് കളിക്കാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അകത്തുണ്ട്. അവിടെ നമ്മൾ പോയിട്ട് കളിക്കാറാണ് പതിവ്. അങ്ങനെ അല്ലു ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നടക്കുവാണ്. അങ്ങനെ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അല്ലു ഈ ഒരു റൈഡ് കണ്ടപ്പോൾ അല്ലു പറഞ്ഞു അല്ലുവിന് ഇതിൽ കയറണമെന്ന്. സാധാരണ നമ്മൾ അല്ലുവിനോട് ഇങ്ങനെയുള്ള റൈഡുകളിലൊക്കെ കയറാൻ വേണ്ടി പറഞ്ഞാലും ആൾ കയറാറില്ല, ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ടൈം ഒരു റൈഡിൽ കയറ്റിയിട്ട് പകുതി ആയപ്പോൾ കരഞ്ഞ് തിരിച്ചിങ്ങ് ഇറങ്ങി പോന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കയറാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാറുമില്ല. അങ്ങനെ ഇപ്രാവശ്യം വന്നപ്പോൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, അമ്മ എനിക്കിതിൽ കയറണം, ജീപ്പിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ഇഷ്ടത്തോടെ കയറിയത്. അപ്പോൾ സ്വന്തം ഇഷ്ടത്തിന് കയറിയത് കൊണ്ടായിരിക്കും ആൾ ലാസ്റ്റ് വരെ ഇരുന്നു. ഭയങ്കര ഹാപ്പിയായിട്ട് ഇറങ്ങി വന്നതൊക്കെ. പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പേടിയൊന്നും ഇല്ലാണ്ട് കയറി. അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിരുന്നു. ഇറങ്ങി വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഭയങ്കര ഹാപ്പിയായിട്ട് സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കംപ്ലീറ്റ്ലി സേഫ്, പേടിക്കാനൊന്നുമില്ല. അതിൽ ബെൽറ്റൊക്കെ ഇട്ട് അവർ നല്ല സേഫായിട്ടാണ് ഇരുത്തുന്നത്. പിന്നെ അധികം ഒരുപാട് സ്പീഡിലല്ല, ഒരു മിനിമം സ്പീഡിലേ അവരത് കൊണ്ടുപോകത്തുള്ളൂ. പിന്നെ കുട്ടികൾക്ക് പേടി തോന്നുവാണ്, നമ്മളത് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ഇറക്കും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അല്ലു ഇപ്രാവശ്യം ഓക്കെ ആയിരുന്നു. അല്ലു നല്ല ഹാപ്പി ആയിട്ട് എല്ലാം ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് പോവാണ്. ഇവിടെ നമ്മൾ ഓരോ റൈഡിലും കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു കാർഡുണ്ട്. നമ്മളൊരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ചാർജ് ചെയ്യണം. അതായത് പൈസ ഇടുക. പൈസ ഇട്ടിട്ട് നമുക്ക് എത്ര, ഓരോ റൈഡിനും ഓരോ റേറ്റ് അവർ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവിടെ ഒരു ഗ്രീൻ കളർ കാണുന്നുണ്ട്. അവിടെ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു 450, 500 ഒക്കെയാണ് സ്റ്റാർട്ടിങ് ഓരോ റൈഡിനും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പാർക്ക് എൻട്രൻസിന് അവർ ഫീ ഒന്നും മേടിക്കുന്നില്ല. അകത്ത് കയറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മളത് കാർഡ് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി. റൈഡ്സ് മാത്രമല്ല, ഒരുപാട് ഗെയിംസും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അത് നമ്മൾ സ്വൈപ്പ് ചെയ്ത് നമ്മൾ കളിക്കുന്നതനുസരിച്ച് നമുക്ക് എത്ര കോയിൻസ് കിട്ടുന്നോ, നമുക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടുന്നോ അതിനനുസരിച്ച് നമുക്ക് ടിക്കറ്റ്സ് കിട്ടും. ആ ടിക്കറ്റ്സ് നമ്മൾ കൂട്ടി വെച്ചിട്ട് അവിടെ ഒരു ഏരിയ ഉണ്ട്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ടോയ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും കുഞ്ഞുങ്ങൾക്ക്. അതിൻ്റെ നമ്പേഴ്സ് ഓഫ് ടിക്കറ്റ്സ് അനുസരിച്ച് നമുക്ക് ടോയ്സ് കിട്ടും. പിന്നെ ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇപ്പോൾ അല്ലുവിൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു പ്ലേ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ അവിടെ തന്നെ പുറത്തായിട്ട് കുട്ടികൾക്ക് ഓരോ ഏജ് അനുസരിച്ചിട്ട് ഓരോ സെക്ഷൻ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് അനുസരിച്ച് കളിക്കാൻ പറ്റുന്ന കുറച്ച് പ്ലേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെയാണിത് കേട്ടോ. അപ്പോൾ ഇവിടെ കളിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ അല്ലുവിന് അകത്ത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അകത്ത് ജസ്റ്റ് ഒന്ന് എല്ലാം ഓടി നടന്ന് ഒന്ന് കളിച്ചിട്ട് ആളിവിടെ പോകണമെന്ന് പറയും. ഇവിടെ നമുക്ക് എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് 2KD ആണ് എൻട്രൻസിൻ്റെ ഫീ. നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുക, 2KDക്ക് ചാർജ് ചെയ്തിട്ട് കാർഡ് അവിടെ സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് അകത്ത് കയറാം. അകത്ത് കയറുമ്പോൾ അവർ ഒരാളെ മാത്രമേ അലൗഡ് ചെയ്തിട്ടുള്ളൂ. മീൻസ് ലേഡീസിന് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ.
അച്ഛനാണെങ്കിൽ പുറത്തിരിക്കണം, ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ പുറത്തിരിക്കണം. നമുക്ക് അമ്മമാർക്ക് അകത്ത് കയറാം, അകത്ത് കയറിയിട്ട് അവരുടെ കൂടെ കളിക്കാം. അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്, മീൻസ് സോഫയൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ ഇരിക്കാം. കാരണം ഇവിടെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല, അവർ തന്നെ കളിച്ചാലും അവർക്ക് പരിക്ക് പറ്റാൻ മാത്രമായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ്ലി സേഫാണ് ഇവിടെ. നമുക്ക് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അല്ലു കൂടുതൽ ഈ ബോൾസിൻ്റെ അത് കളിക്കാൻ വലിയ ഇഷ്ടമാണ് വന്നു കഴിഞ്ഞാൽ. ഇന്ന് പക്ഷെ നമ്മൾ വ്യാഴാഴ്ചയാണ് വന്നത് കേട്ടോ. നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ വ്യാഴാഴ്ച വൈകിട്ടിങ്ങ് പോന്നു, വൈകുന്നേരം സമയത്താണ് വന്നത്. അതുകൊണ്ട് ഇന്ന് വലിയ തിരക്കില്ല. നോർമലി ഫ്രൈഡേ വരുമ്പോൾ ഭയങ്കര തിരക്കാണ്. അന്നാണ് എല്ലാവർക്കും അവധി ദിവസം ആയതുകൊണ്ട് എല്ലാവരും ആ സമയത്താണ് പുറത്തിറങ്ങുന്നത്. അന്ന് ഭയങ്കര തിരക്കായിരിക്കും. ഇന്ന് അതുകൊണ്ട് ഒരുപാട് കുട്ടികളൊന്നും ഇല്ലായിരുന്നു കളിക്കാൻ. അല്ലെങ്കിൽ അല്ലുവിന് ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി ഇവിടുന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അല്ലുവിന് വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മളിതിൽ എൻട്രി ചെയ്യുന്ന ടൈം തൊട്ടിട്ട് 1 hour വരെ നമുക്കിതിൽ കളിക്കാം. അല്ലു ഭയങ്കര കളിയാണ്. അല്ലുവിന് ഇന്ന് കിട്ടിയത് ഒരു കുഞ്ഞു ബേബിയാണ്, അല്ലുവിൻ്റെ ഫ്രണ്ട് കിട്ടിയത്. അതുകൊണ്ട് തിരിച്ച് കൂടുതൽ റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആളവിടെ നിന്ന് വിട്ടിട്ട് വേറെ കളിക്കുവാണ് കേട്ടോ. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് കളിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ചാടി ചാടി എല്ലാത്തിലും കയറി ഇങ്ങനെ നിൽക്കും. നമുക്കൊരു റിലാക്സേഷനാണ്. കൂടുതലും ഡ്യൂട്ടിയിലൊക്കെ പോകുന്ന ടൈമിൽ അല്ലുവിൻ്റെ കൂടെ കൂടുതൽ സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ കിട്ടാറില്ല. അല്ലുവിനെ ഡേ കെയറിൽ വിടും, എടുത്തിട്ട് വരിക, വൈകിട്ട് വരുമ്പോൾ ഫുഡ് കഴിക്കും, ഉറങ്ങും. ഇതൊക്കെ തന്നെയാണ് റൊട്ടീന്. അവൻ്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുമ്പോൾ നമ്മളും ഹാപ്പിയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് 1 hour തീരാറായി. ഇനി അല്ലുവിനെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകുന്ന കാര്യമാണ് പാട്. വരാൻ ഭയങ്കര മടിയാണ്. നമ്മൾ പറഞ്ഞ് പിന്നെ കൺവിൻസ് ചെയ്ത് വരും. ആൾ കുഴപ്പമില്ല, വഴക്കൊന്നും ഇല്ലാണ്ട് വരും. എന്നാലും ആദ്യം കുറച്ച് മടിയാണ് വരാൻ വേണ്ടിയിട്ട്. എല്ലാ വീക്കെൻഡിലും നമ്മളെ കണ്ട് അവിടുത്തെ സ്റ്റാഫിനെല്ലാം നമ്മളെ നല്ല പരിചയമാണ്. അവിടെ പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ നമ്മളെ നല്ലതായിട്ട് അറിയാം. അപ്പോൾ കുറച്ച് നേരം കൂടെ അല്ലുവെന്ന് കളിച്ചാലും അവരങ്ങനെ വിളിക്കാറില്ല. അല്ലെങ്കിൽ 1 മണിക്കൂർ ആകുമ്പോൾ അവർ വന്ന് ഇൻഫോം ചെയ്യും 1 മണിക്കൂറായി എന്നൊക്കെ. അല്ലു കുറച്ച് സമയം കൂടെ കളിച്ചാലും അവർ നോക്കാറില്ല. ഞാൻ തന്നെ ടൈം നോക്കിയിട്ട് ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് പോകാറാണ് പതിവ്. അപ്പോൾ തൊട്ട് അടുത്ത ദിവസം നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും മക്കളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരെയും കൂട്ടിയിട്ട് നമ്മൾ പാർക്കിൽ വന്നു. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കളിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോയത്. അല്ലു അവരായിട്ട് ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അവരും കൂടെ ഉള്ളതുകൊണ്ട് അല്ലു ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ ഇനി അല്ലുവിനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ അടുത്ത ഏറ്റവും വലിയൊരു ടാസ്ക്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.